സുജിത്ത് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നു. പക്ഷേ 4 പേർക്കെതിരെയാണ്. സുജിത്ത് നേരത്തെ തന്നെ പറഞ്ഞു 5 പേർക്കെതിരെയും നടപടി വേണം, അതുവരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് വ്യക്തമാക്കിയത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയിൽ തൃപ്തിയുണ്ടോ? ഈ 5-ാമന് എതിരായ നടപടികളിലേക്ക് കൂടി പോലീസ് വകുപ്പ് പോകും, അല്ലെങ്കിൽ നിയമപരമായി സുജിത്ത് അതിന് കൂടുതൽ പ്രാധാന്യം നൽകുമോ? നമുക്ക് നമ്മുടെ ആവശ്യം ആദ്യമേ പറഞ്ഞിട്ട് എന്താണ്, ഈ 5 പേരെയും തള്ളിയിട്ടുള്ള 5 പേരെയും നമ്മള് എന്താ പറയാ, ഈ സർക്കാരിന്റെ സർവീസിൽ നിന്ന് ഒഴിവാക്കണം, ഡിസ്മിസ് ചെയ്ത് ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് എത്ര തന്നെ ആയാലും ഇപ്പോ 2-2.5 വർഷമായി. ഇനിയിപ്പോ അതിലും വൈകുവെച്ചാൽ അത്രയ്ക്കും നമ്മള് ഇതിനെ നേരിടാൻ നമ്മൾ തയ്യാറാണ്. സുജിത്ത്, ഈ ദൃശ്യങ്ങൾ വന്നതിന് എനിക്ക് തോന്നുന്നു സാധാരണഗതിയിലേക്കാൾ വേഗത്തിൽ ഈ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോയി. ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ അത്ര വേഗത്തിലുള്ള നടപടി. അപ്പൊ ഈ പിരിച്ചുവിടലടക്കമുള്ള കാര്യങ്ങളിലേക്ക് വേഗത്തിൽ തന്നെ പോലീസ് പോകും എന്ന് സുജിത്ത് കരുതുന്നുണ്ടോ? അതോ ഈ സസ്പെൻഷൻ നടപടികൾ പിന്നീട് കാലക്രമേണ ഇപ്പൊ ഒരു ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു നയാണ് ഇപ്പോ സർക്കാർ എടുത്തിട്ടുള്ളത്, അതായത് സസ്പെൻഷനിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ആവശ്യം ഡിസ്മിസ് ആണ് നമ്മുടെ ആവശ്യം. ഈ 5 പേരെ സസ്പെൻഷൻ വന്നാലും പിന്നീട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയേക്കും എന്നൊരു സംശയം തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അങ്ങനെ എന്തെങ്കിലും സംസാരങ്ങൾ ഇപ്പോൾ സുജിത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് സുജിത്തിന്റെ പോരാട്ടമൊക്കെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരാൻ കാരണം, അല്ലെങ്കിൽ ഇത് ആരും അറിയാതെ പോകുമായിരുന്നാണ്. അപ്പോൾ ഇപ്പോഴും ഏതെങ്കിലും പോലീസിന്റെ ഉന്നത തലങ്ങളിൽ നിന്ന് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ സുജിത്തായിട്ടുണ്ടോ? കൃത്യമായി ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. അല്ല, സുജിത്ത് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കണ്ടോ ഈ നടപടികൾ ഉണ്ടാകും, ഈ പിരിച്ചുവിടലൊക്കെ ഉണ്ടാകും, അതോ പകരം രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്നൊരു സംശയമുണ്ടോ സുജിത്തിന് ഇപ്പോഴും? നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവരെ തീർച്ചയായും സർക്കാരിന്റെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. അത് എത്ര തന്നെ ആയാലും നമ്മള് അതിനെ നിയമത്തിന്റെ പരമായിട്ട് നമ്മൾ മുന്നോട്ട് നമ്മുടെ തീരുമാനം. അതുപോലെ ഇപ്പോ ഈ പറഞ്ഞതുപോലെ വിശ്വാസക്കുറവ് എനിക്ക് നല്ലപോലെ സർക്കാരിലുണ്ട്. അത് വിശ്വാസമാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആവശ്യം, അതായത് ഡിസ്മിസ് ചെയ്ത് ഒഴിവാക്കുക തന്നെ വേണം. പാർട്ടി എന്തായാലും പൂർണ്ണ പിന്തുണയുമായി തീർച്ചയായിട്ടും പാർട്ടിയുടെ പിന്തുണ തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് ഇപ്പോ സതീഷ് അടക്കമുള്ളവർ വന്ന് കണ്ടിരുന്നു, അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഇന്നലെ വി.ഡി. സതീശൻ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് രമേശ് ചെന്നിത്തല മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്തുണയുണ്ട് നല്ലപോലെ.